നമ്മളെ പയ്യന്നൂരിൻ്റെ തൊട്ടടുത്ത് അമ്പലത്തിലെ ഗാനമേളക്ക് ഡാൻസ് കളിക്കാൻ വിടാത്തൊരു ഉത്സവം നടക്കുന്നുണ്ട്. അറിഞ്ഞിനാ? ഓക്കെ, എനിക്ക് തോക്ക് തരാം, പക്ഷേ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇല്ല സാർ. അങ്ങനത്തെ ഒരു ഉത്സവത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതിന് മുമ്പേ ഫുഡെല്ലാം കഴിച്ചിട്ട് പോകാന്ന് വെച്ച് അതിനായിട്ട് നമ്മൾ കണ്ടോത്തില്ല ഹോട്ട്സ്പോട്ട് ഹോട്ടലിൽ കയറി. ഈ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്ടാ, ഇവനാണ് കുട്ടൻ. ഇനി ഇവന്റെ ചെലവാന്ന് കേട്ടാ, ഇവന്റെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നമ്മ ഇവനെ ഊറ്റാന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് കുട്ടൻ ബില്ലും പേ ചെയ്ത് നേരെ അമ്മ അമ്പലത്തിലേക്ക് വിട്ടിട്ടാ. നമ്മളെ കുഞ്ഞുങ്ങൾത്തില്ല മല്ലിയോട്ട അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ആടെ എത്തുമ്പോഴേക്ക് കാഴ്ചയിലായിട്ട് വയ്യെല്ലാം ബ്ലോക്കാന്ന് കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററിന്റെ അമ്പലത്തിലേക്ക്. ലാസ്റ്റ് നമ്മൾ വണ്ടിയെല്ലാം അവിടെ വെച്ചിട്ട് കാഴ്ചരപ്പന തന്നെ നടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കാഴ്ചയിടയ്ക്ക് എത്തുമ്പോൾ പിള്ളേരെല്ലാം DJ ഡാൻസ് കളിക്കുന്നത്. നമ്മ കുറച്ച് തന്ത വൈവായോണ്ട് കയ്യിലും കെട്ടി അതെല്ലാം നോക്കി അങ്ങനെ നിന്ന് കാഴ്ചേനെ ഓർത്തേക്ക് നടക്കുമ്പോൾ ഈ ബൊമ്മ മോന്തനെ കണ്ടിട്ടാ. പിന്നെ ഈ ചങ്ങായി വിടുന്നേ ഇല്ല, ഒരേ ഡാൻസ് തന്നെ. ഞാൻ പിന്നെ ചങ്ങായിരപ്പം ഒരു സെൽഫ് എടുത്ത് ആടുന്ന നൈസായിട്ട് മുങ്ങി. നേരെ പോയിട്ട് ലാസ്റ്റ് മല്ലിയോട്ട അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടാ. ഈടെയാണ് ഗാനമേളക്ക് ഡാൻസ് കളിക്കാൻ വിടാത്തേട്ടാ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പണ്ട് മുതൽക്ക് ഇവിടെ അങ്ങനെ ഡാൻസ് കളിക്കാൻ വിടില്ല. ഇവിടുത്തെ കമ്മിറ്റിക്കാരാണ് വിടാത്തത്. ഇവിടെ നമ്മളെ ചങ്ങായിമാരിലുണ്ട്. അപ്പോൾ അവരോടെല്ലാം ചോദിച്ചാലും പറഞ്ഞാൽ അടിയാവുന്നതായിട്ടാണ് ഡാൻസ് കളിക്കാൻ വിടാത്തതെന്നാണ്. അതിലൊരു ചെറിയ ലോജിക്ക് പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയില്ല? ശരിക്കും ഈ ഒരു ജനറേഷനെല്ലാം കഴിയുമ്പോൾ ഇതെല്ലാം മാറുമായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ഡയലോഗാണ് കേട്ടോ ഓർമ്മ വരുന്നത്. വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാൽ എന്റർടൈൻഡ് ആവാനൊരു ഫെസിലിറ്റി ഇല്ലാത്തൊരു എങ്ങനെ ജീവിക്കും? ഇതൊക്കെ ഉള്ളിടം മാടി വിളിച്ച് അങ്ങോട്ട് പോവില്ലേ?